ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശാസ്ത്രീയമായി നോക്കിയാൽ വജ്രം എന്നത് കാർബൺ ആറ്റങ്ങളുടെ അതിവിശിഷ്ടമായൊരു ക്രമീകരണം മാത്രമാണ്. കാർബൺ എന്ന് കേൾക്കുമ്പോൾ അഴുക്കും കറുപ്പുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നതെങ്കിലും അതേ കാർബൺ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്രമായി രൂപാന്തരപ്പെടുന്നത്. ഈ വിസ്മയകരമായ മാറ്റത്തിന് പിന്നിലെ പ്രക്രിയകൾ നമുക്ക് നൽകുന്നത് മഹത്തായ ജീവിത പാഠങ്ങളാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 150 മുതൽ 200 കിലോമീറ്റർ വരെ ആഴത്തിലുള്ള മാൻഡിൽ എന്ന പാളിയിലാണ് ഈ കാർബൺ ശേഖരം കാണപ്പെടുന്നത്. അവിടെയുള്ള അതിതീവ്രമായ ചൂടിലും മർദ്ദത്തിലും കോടിക്കണക്കിന് വർഷങ്ങളെടുത്താണ് ഒരു വജ്രം രൂപപ്പെടുന്നത്. ഉപരിതലത്തിലുള്ള കാർബൺ വെറും കൽക്കരിയോ ഗ്രാഫൈറ്റോ ആയി അവശേഷിക്കുമ്പോൾ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കാർബൺ വജ്രമായി മാറുന്നു. വജ്രത്തിന്റെ അമൂല്യമായ വില എന്നത് അത് അതിജീവിച്ച കഠിനമായ സമ്മർദ്ദത്തിന്റെ ഫലമാണ്. ഭൂമിക്കടിയിൽ രൂപപ്പെട്ട ഈ വജ്രങ്ങൾ പിൽക്കാലത്ത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നത്. ഇന്ന് ലാബുകളിൽ കൃത്രിമമായി വജ്രം നിർമ്മിക്കുമ്പോഴും ഇതേ കഠിനമായ താപനിലയിലൂടെയും സമ്മർദ്ദത്തിലൂടെയുമാണ് കാർബൺ കടത്തിവിടുന്നത്. വജ്രത്തിന്റെ രൂപീകരണം നമ്മുടെ ജീവിതത്തിലെ ചില വലിയ ഓർമ്മപ്പെടുത്തലുകളാണ്. പെട്ടെന്നുണ്ടാകുന്ന വിജയങ്ങളെക്കാൾ ദീർഘകാലത്തെ ക്ഷമയും കാത്തിരിപ്പും വഴി ലഭിക്കുന്ന നേട്ടങ്ങൾക്കാണ് മാറ്റുകൂടുന്നത്. വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം ക്ഷമയാണെന്ന് വജ്രത്തിന്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്നു. വജ്രത്തിന്റെ രൂപീകരണത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെപ്പോലെ ജീവിതത്തിലും വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ അവയെ ധീരമായി നേരിടുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ മൂല്യമുള്ളതാക്കി മാറ്റും. വജ്രം പ്രകാശത്തെ ഇത്ര മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നത് അതിൻ്റെ ആന്തരിക ഘടനയിലെ ശുദ്ധി കൊണ്ടാണ്. നമ്മുടെ പുറമെ എത്ര തിളങ്ങിയാലും നമ്മുടെ ആന്തരിക മൂല്യങ്ങളും സ്വഭാവശുദ്ധിയുമില്ലെങ്കിൽ ആ തിളക്കം ദീർഘകാലം നിലനിൽക്കില്ല. പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ വജ്രത്തെ പോലെ ശോഭിക്കാൻ കഴിയൂ. വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ എന്ന് സദൃശ്യവാക്യങ്ങൾ 17:3 പറയുന്നു. ജീവിതത്തിൽ കഷ്ടതകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് പരാതി പറയുന്നവരും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പരിഭവിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ്: കടുപ്പം കൂടുന്നതും വിലയേറുന്നതും ജീവിതം പ്രകാശപൂരിതമാകുന്നതും ഇത്തരം കഠിനമായ ശോധനകളിലൂടെയാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം ദൈവം നിശ്ചയിച്ചതാണ്. നാം അനുഭവിക്കുന്ന ഓരോ മർദ്ദവും നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ വജ്രത്തെ പുറത്തു കൊണ്ടുവരാനാണ്. അതിനാൽ പ്രതിസന്ധികളെ തളർന്നു പോകാതെ ദൈവം നമ്മെ ഒരു വജ്രമായി മിനുക്കിയെടുക്കുകയാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് മുന്നേറാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങേ